ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലെ ഒരു പോയമാണ്. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. അപ്പോൾ ഇതിന് മുൻപ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഹൗ ക്യാൻ വി ബി ഫ്രണ്ട്ലി ടു അതേഴ്സ്? നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് ഫ്രണ്ട്ലി ആയിരിക്കാൻ കഴിയുക? ഹൗ ഡു യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഇൻ ഡിസ്ട്രസ്? ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ ദുരിതം അല്ലെങ്കിൽ അപകടാവസ്ഥ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരിതം വരുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. വെൻ ഡു യു നീഡ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ്? എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരിക എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു പോയത്തിലൂടെ നമ്മളോട് കൺവേ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ കെയർ, സപ്പോർട്ട്, ലവ് തുടങ്ങിയവയുടെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അമേരിക്കൻ ഫോക്ക് റോക്ക് മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള പോൾ സൈമണും അതേപോലെ തന്നെ ആർട്ട് ഗർഫുങ്കലും ചേർന്നാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പാലം. ഓവർ എന്തിൻ്റെ മുകളിലൂടെയാണ്? ട്രബിൾഡ് വാട്ടർ. ട്രബിൾ എന്ന് പറഞ്ഞാൽ അശാന്തി അല്ലെങ്കിൽ എന്താണ്, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം, അതിനൊക്കെയാണ് നമ്മൾ ട്രബിൾ എന്ന് പറയാം അല്ലേ. ഇവിടെ അശാന്തമായ അല്ലെങ്കിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു വെള്ളത്തിന് മുകളിലൂടെയുള്ള പാലം എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഒരു പാലത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് ആളുകളെ പേടി കൂടാതെ എത്തിക്കുക അല്ലേ. അതാണ് ഒരു പാലം ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ധർമ്മം. സപ്പോസ് അങ്ങനെ ഒരു പാലം ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പം ഒരു കരയിൽ നിന്ന് മറുകരയിലെത്താൻ ആളുകൾ ബുദ്ധിമുട്ടും. അവർ ഒരുപക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തിയൊക്കെ ആയിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പം വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കൊണ്ട് എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്, റിസ്ക് കൂടുതലാണ് അല്ലേ. പക്ഷേ അതിന് പകരം അവിടെ ഒരു പാലം ഉണ്ടെങ്കിൽ ആളുകൾക്ക് പേടി കൂടാതെ സുഖമായിട്ട് ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് എത്താൻ പറ്റും. അതേപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരെന്നാണ് പറയുന്നത്. നമ്മളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതേപോലെ നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളുടെ പാരൻസ്, ആരുമായിക്കോട്ടെ, അപ്പം നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. വെൻ യു ആർ വിയറി. വിയറി എന്ന് പറഞ്ഞാൽ വളരെയധികം തളർന്ന അവസ്ഥ അല്ലെങ്കിൽ എന്താണ്, വളരെ ക്ഷീണിച്ച ഒരവസ്ഥ, അതിനെയാണ് വിയറി എന്ന് പറയാം. വെൻ യു ആർ വിയറി, നീ എന്താണ് വളരെയധികം തളർന്നിരിക്കുന്ന സമയത്ത്. ഫീലിംഗ് സ്മോൾ, ഏറ്റവും ചെറുതായി പോകുന്ന സമയത്ത്. പല സാഹചര്യങ്ങളിലും പലയിടത്തും നമ്മൾ ഒന്നുമല്ലാതാവുന്ന ഒരു അവസ്ഥ വരില്ലേ, അങ്ങനെ വരുന്ന സമയത്ത്. വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്. കണ്ണുനീരെപ്പോഴാണ് നമ്മളുടെ കണ്ണിൽ വരിക? നമുക്ക് സങ്കടം ഉണ്ടാവുമ്പോഴാണ്, ദുഃഖം ഉണ്ടാവുമ്പോഴാണ്. അപ്പം വെൻ ടിയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, ദുഃഖം കൊണ്ട് നിൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ. ഐ വിൽ ഡ്രൈ ദം ഓൾ, അതെല്ലാം ഞാൻ ഒപ്പിയെടുക്കും, ആ കണ്ണുനീരെല്ലാം ഞാൻ ഇല്ലാതാക്കും, അതായത് ഞാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ആം ഓൺ യുവർ സൈഡ്, ഞാൻ എപ്പോഴും നിൻ്റെ സൈഡിലായിരിക്കും. നിനക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു ട്രബിൾ ഉണ്ടാവുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓ വെൻ ടൈംസ് ഗെറ്റ് റഫ്, അതായത് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമായിരിക്കില്ല ഉണ്ടാവുക. നമ്മളുടെ ലൈഫ് നമ്മളെ പരുക്കനായ പല സിറ്റുവേഷൻസിലൂടെയും കൊണ്ടുപോകും. അങ്ങനെ നമ്മളുടെ ജീവിതം വളരെ റഫ് ആവുന്ന സമയത്ത്, പരുക്കനാവുന്ന സമയത്ത്. ആൻഡ് ഫ്രണ്ട്സ് ജസ്റ്റ് കാൺ ബി ഫൗണ്ട്, അതായത് നമുക്ക് ആരും ഇല്ലാതാവുന്ന ഒരു സമയം. നമുക്കൊരു ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നമ്മളെ വിശ്വസിക്കുന്നവരോ സ്നേഹിക്കുന്നവരോ ആരുമില്ലാതാവുന്ന ഒരു സമയം, നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയത്ത്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ, കലങ്ങി മറിഞ്ഞ് അശാന്തമായി അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായിട്ട് ഒഴുകുന്ന ഒരു വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള പാലം പോലെ. ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ എന്നെ തന്നെ മറന്ന് നിന്നെ സഹായിക്കും. ഞാൻ എന്നെ തന്നെ ഒരു പാലമായിട്ട് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? നിന്നെ സഹായിക്കാൻ വേണ്ടി, നിൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് നിന്നെ കരകയറ്റാൻ വേണ്ടി ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയാണ്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. സെയിം ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, അതായത് നീ വളരെയധികം താഴ്ത്തപ്പെട്ട് ഒന്നുമല്ലാതാകുന്ന ഒരവസരത്തിൽ. അപ്പം നമ്മളുടെ ജീവിതമാണ് അല്ലേ, അപ്പം ഉയർച്ചയുണ്ടാവാം താഴ്ചയുണ്ടാവാം. അപ്പം അങ്ങനെ ഉള്ള താഴ്ചയുടെ ആ ഒരു സമയത്ത്, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് താഴ്ത്തപ്പെട്ട് ഒന്നുമല്ലാതാകുന്ന ഒരു സമയത്ത്. വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെരുവ് അല്ലേ.
ഒന്നുമില്ലാതായി തീരുമ്പോഴാണ് നമ്മൾ തെരുവിലെത്തുക അല്ലേ? തെരുവിൽ വലിച്ചെറിയപ്പെടുക എപ്പോഴാണ്? ഒന്നുമല്ലാതെ ആരുമല്ലാതെ ആയിത്തീരുന്ന ഒരു സമയത്താണ്. അപ്പം നീ തെരുവിലെത്തുന്ന സമയത്ത്, അതായത് നിനക്കൊന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് നീ തെരുവിൽ കിടക്കുന്ന സമയത്ത്, വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്. ഈവനിങ് മീൻസ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈവനിങ് ആണ് അല്ലേ? അസ്തമിക്കുന്ന സമയം അത് ഈവനിങ്ങിലാണ് ഉണ്ടാവുക അല്ലേ? വൈകുന്നേരമാണ് അസ്തമിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാവുമ്പം ഒന്നുമില്ലാതാവുക, ആരുമില്ലാതാവുക, ഒരു സപ്പോർട്ട് പോലും എവിടെ നിന്നും കിട്ടാതാവുക, അങ്ങനെയുള്ള സമയത്ത് അസ്തമിക്കാൻ പോവുകയാണെന്നുള്ള തോന്നൽ മനസ്സിലുണ്ടാവും അല്ലേ? അപ്പം വെൻ ഈവനിങ് ഫോൾ സോ ഹാർഡ്, അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒന്നുമില്ലാതാവുക, അസ്തമിക്കാൻ പോവുക എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതെന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. ഐ വിൽ കംഫോർട്ട് യു. അങ്ങനെയുള്ള സമയത്ത് പോലും, നിനക്കൊന്നുമില്ലാതെ നീ തെരുവിൽ കിടക്കുന്ന സമയത്ത് പോലും, നീ അസ്തമിക്കാൻ പോവുകയാണ് എന്നുള്ള സമയത്ത് പോലും, ഐ വിൽ കംഫോർട്ട് യു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഐ വിൽ ടേക്ക് യുവർ പാർട്ട്, ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്ത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുകയാണ്. ഓ വെൻ ഡാർക്ക്നെസ് കംസ് ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്. ഇപ്പം അന്ധകാരം അല്ലേ? ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ട്. അപ്പോൾ നിൻ്റെ ചുറ്റും ഡാർക്ക്നെസ് വന്നു കഴിഞ്ഞാലും, അതായത് അന്ധകാരം വന്നു കഴിഞ്ഞാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല അല്ലേ? ഇരുട്ടിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. അതേപോലെയാണ് എല്ലാ പ്രതീക്ഷകളും മറ്റ് ജീവിക്കുന്ന സമയത്ത്, നിൻ്റെ ജീവിതം മുഴുവൻ ഡാർക്ക്നെസ്, ഇരുട്ട് കൊണ്ട് മൂടുന്ന സമയത്ത് പോലും, ആൻഡ് പെയിൻ ഈസ് ഓൾ അറൗണ്ട്, നിൻ്റെ ചുറ്റും വേദന മാത്രമാകുന്ന സമയത്ത് പോലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും, നിനക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. ഞാൻ ഒരു പ്രക്ഷുബ്ധമായിട്ട് ഒഴുകുന്ന, അല്ലെങ്കിൽ എന്താണ്, കലങ്ങി മറിഞ്ഞ അശാന്തമായി ഒഴുകുന്ന വെള്ളത്തിന് മുകളിലൂടെയുള്ള ഒരു പാലം പോലെ ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. ഐ വിൽ ലേ മീ ഡൗൺ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പാലമായിട്ട് മാറും, അതുപോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. സെയിം ലൈൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. സെയിൽ ഓൺ സിൽവർ ഗേൾ. സിൽവർ ഗേൾ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ദുഃഖിച്ചു അല്ലെങ്കിൽ ഒരു വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗേളിനെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ യാത്രയ്ക്ക് നമ്മൾ പറയും, അല്ലാതെ പുറപ്പെടുക എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ദുഃഖിച്ച് നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളോട് പറയുകയാണ്, സെയിൽ ഓൺ സിൽവർ ഗേൾ സെയിൽ ഓൺ ബൈ. നീ മുൻപോട്ട് പോകുക, എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പുറപ്പെടൂ, മുന്നോട്ട് യാത്രയാവൂ, മുന്നോട്ട് യാത്ര ചെയ്യൂ എന്ന് പറയുകയാണ്. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ. അതായത് നിനക്ക് തിളങ്ങാനുള്ള സമയം വന്നു കഴിഞ്ഞു. നിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീർന്നു. ഇനി നിനക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ നിനക്ക് സന്തോഷിക്കാനും തിളങ്ങി നിൽക്കാനുള്ള നിൻ്റെ നാളുകൾ വന്നു കഴിഞ്ഞു. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ. അപ്പം നിൻ്റെ സ്വപ്നങ്ങളെല്ലാം, ഒരു സ്വപ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പം ഒന്നുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാളോട് മുന്നോട്ട് പോകാൻ പറയാണ്. നിനക്ക് ഷൈൻ, അതായത് നിനക്ക് തിളങ്ങാനുള്ള സമയം വന്നു കഴിഞ്ഞു എന്ന് പറയാണ്. പിന്നെ എന്താണ്? നിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അതിൻ്റെ വഴിയിലാണ് ഉള്ളത്. അതായത് നിൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ പോവുകയാണ്, അതെല്ലാം നടക്കുമെന്ന് പറയാണ്. സി ഹൗ ദേ ഷൈൻ. നോക്കൂ, അത് എത്രമാത്രം ഷൈൻ ചെയ്യുന്നുണ്ട്, എത്രമാത്രം തിളങ്ങുന്നുണ്ട്. നിൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞ് അത് നീ നോക്കുന്ന സമയത്ത് എത്രമാത്രം ഭംഗിയുള്ളതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓ ഇഫ് യു നീഡ് എ ഫ്രണ്ട് ഐ ആം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്. ഇങ്ങനെ നിൻ്റെ കഷ്ടതകളിലെല്ലാം നിൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പാലം പോലെ നിൻ്റെ കൂടെ നിലകൊള്ളും, നിൻ്റെ എല്ലാ കഷ്ടതകളിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഈവൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ കൂടെയും ഞാൻ നിൻ്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ്? പിന്നെ അവരോട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞു. നിൻ്റെ എന്താണ്, നല്ല ഒരു സമയം വരാൻ പോവുകയാണ്, നിനക്ക് ഷൈൻ ചെയ്യാനുള്ള, അതായത് നിനക്ക് തിളങ്ങാനുള്ള ഒരു സമയം വരികയാണ്. നിൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയത്ത് ഇഫ് യു നീഡ് എ ഫ്രണ്ട്, നിനക്കൊരു ഫ്രണ്ടിനെ ആവശ്യമാണെങ്കിൽ ഐ ആം സെല്ലിങ് റൈറ്റ് ബിഹൈൻഡ്, ഞാൻ നിൻ്റെ തൊട്ട് പിറകിലായിട്ട് നിൻ്റെ പുറകെ യാത്ര ചെയ്ത് വരും, നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നിൻ്റെ കഷ്ടതകളിലും ദുരിതങ്ങളിലും അതേപോലെ തന്നെ നിൻ്റെ സന്തോഷത്തിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ.
കലങ്ങി മറഞ്ഞൊഴുകുന്ന വെള്ളത്തിന് മുകളിലൂടെയുള്ള ഒരു പാലം പോലെ. ഐ വിൽ ഈസ് യുവർ മൈൻഡ്, ഞാൻ നിൻ്റെ മനസ്സിനെ, മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലെ, മനസ്സിനെ ആശ്വസിപ്പിക്കും. ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നാണ് പറയുന്നത്. ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ റിഫ്രെയിൻ എന്നാണ് പറയുക കേട്ടോ, ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.